നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷയിറക്കിക്കുക എന്ന് പറയുന്ന പ്രയോഗം എത്രമാത്രം സയന്റിഫിക് ടെമ്പർ ഉള്ളതാണ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഇന്ന് നടന്ന സംഭവം അങ്ങനെയൊന്നാണെന്ന് എനിക്ക് തോന്നുന്നു. വിഴിഞ്ഞത്തെ മന്ത്രവാദ കളത്തിലേക്ക് ഈ വികസന മുരടിപ്പിന്റെ വിഷപ്പാമ്പുണ്ടല്ലോ, ഈ കമ്മ്യൂണിസത്തിന്റെ വിഷപ്പാമ്പ്, അതിനെ വിളിച്ചു വരുത്തി ആ ഒരു മന്ത്രവാദ കളത്തില് അതാണ് നടന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ മുഖ്യ കാർമ്മികനോ നമ്മുടെ വികസന നായകനായ നരേന്ദ്രമോദിജി. ആ വേദിയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുകയാണ്, കോർപ്പറേറ്റ് മുതലാളിയാണ് ഞങ്ങളുടെ പാർട്ട്ണർ എന്ന്. അത് വളരെ ശ്രദ്ധിച്ചു കേട്ട മോദിജി ആ വാചകം എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കോർപ്പറേറ്റ് മുതലാളിയാണ് ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന നിലയിലേക്ക് ഭാരതം വന്നിരിക്കുന്നു, അതാണ് വിജയം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുന്നത് പോലെ ആ ചാട്ടുളി പ്രയോഗം നടത്തിക്കൊണ്ട് ഇവരുടെ മുഖംമൂടി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ വേദിയിൽ അതിന് സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നത് 3 സ്വയംസേവകർ അടക്കമുള്ള 5 ഭാരതീയ ജനതാ പാർട്ടിയുടെ VVIPകളാണ്. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, രാഷ്ട്ര വികസനത്തിന്റെ കാഴ്ചപ്പാടുള്ള ഒരു ദേശീയ സർക്കാർ, കേന്ദ്ര സർക്കാർ വേണ്ടി വന്നു ഈ പദ്ധതി നടപ്പാവാൻ. 40 വർഷമായത്രേ കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലേക്കും ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലേക്കും മാറ്റി മാറ്റിക്കൊണ്ട് UDF LDF എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനത 40 വർഷമായി ഈ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. എന്നിട്ടോ അത് നടപ്പാക്കാൻ കഴിഞ്ഞോ? ഇപ്പൊ നടപ്പാക്കി കഴിഞ്ഞപ്പോ ഞങ്ങളാണ് എന്നുള്ള ആ അവകാശവാദമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു വികസനവും നടക്കാതിരുന്നത് എന്നൊന്ന് നമുക്ക് നോക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസത്തെ ഒരു വിഷപ്പാമ്പ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മേഖലയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോയ ആ നയവൈകല്യങ്ങളും സമര രാഷ്ട്രീയവും അതൊക്കെ നടത്തിയത് അവരായിരുന്നു. കമ്മ്യൂണിസത്തിന്റെ വിദ്യാർത്ഥി രൂപമായ, വിദ്യാർത്ഥി വിഷരൂപമായ SFI. അവർ ഓരോ ക്യാമ്പസുകളെയും ഡ്രഗ്സും അക്രമ രാഷ്ട്രീയവും ഒക്കെ കൊണ്ട്, അരാജകത്വം കൊണ്ട് നശിപ്പിച്ചു. ഈ കമ്മ്യൂണിസത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാനമെന്നും ആധുനികമെന്നും ഒക്കെ പറയുന്ന കാഴ്ചപ്പാടുകൊണ്ട് ഓൾ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടും മലയാള ഭാഷയെയും അക്കങ്ങളെയും അക്ഷരങ്ങളെയും ഒന്നും മര്യാദയ്ക്ക് പഠിപ്പിക്കാതെ എല്ലാവരെയും ജയിപ്പിച്ചു വിട്ടുകൊണ്ട് ഒരു യുവതലമുറയെ അക്ഷരം അറിയാത്തവരാക്കി നശിപ്പിച്ചു. പിന്നെ മോഷ്ടാക്കളെയും പകർത്തെഴുത്തുകാരെയും ഒക്കെ അവരുടെ പാർട്ടിക്കാർ എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്കൊക്കെ PhD കൊടുത്തുകൊണ്ട് അക്കാഡമിക് രംഗവും നശിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചു. PSC നോക്കൂ, വീട്ടിൽ കൊണ്ടുകൊടുക്കും പാർട്ടിക്കാർക്ക് ഉത്തരക്കടലാസും ചോദ്യക്കടലാസും ഒക്കെ. അങ്ങനെ PSCയും ആ ഒരു വിധമാക്കി. TP ശ്രീനിവാസനെ പോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണരെയൊക്കെ അടിച്ചോടിച്ചുകൊണ്ടാണ് SFI ഈ വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധമാക്കാൻ ശ്രമിച്ചത്. ഇന്നിപ്പോഴോ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു ആ അതേ പദ്ധതികളെ. ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു തലമുറ നശിച്ചു കഴിഞ്ഞു. അവരുടെ നൈപുണ്യം ഇല്ലാതായി, ബൗദ്ധികമായി അധപ്പതിച്ചു. പിന്നെ ദേശീയ ലെവലിലൊക്കെയുള്ള മത്സര പരീക്ഷകളിൽ അങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്ത വിധം കേരളത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസവും അക്കാഡമിക് ആയിട്ടുള്ള നിലവാരവും ഒക്കെ നശിപ്പിച്ച ആ കമ്മ്യൂണിസ്റ്റ് കാളകൂടത്തിന്റെ വിദ്യാർത്ഥി രൂപമാണ് SFI എന്ന് പറയുന്നത്. അതുപോലെ നോക്കൂ, കാർഷിക മേഖല, വ്യാവസായിക മേഖല, ട്രാക്ടറും കമ്പ്യൂട്ടറും പോലും നിരാകരിച്ചുകൊണ്ട്
എന്താണ് കമ്മ്യൂണിസം എന്ന കാളകൂടം ചെയ്തത്? എത്ര പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി? ആന്തൂരിലെ സാജനെ പോലെയുള്ളവർക്ക് ലൈസൻസ് പോലും കൊടുക്കാതെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട്, ഒരു പെട്ടിക്കടക്കാരന് പോലും കച്ചവടം നടത്തണമെങ്കിൽ നോക്കുകൂലി കൊടുക്കണം, അവന്റെ മിഠായി ചാക്ക് ഇറക്കണമെങ്കിൽ, മിഠായി പാക്കറ്റ് ഒന്ന് ഇറക്കണമെങ്കിൽ നോക്കുകൂലി കൊടുക്കണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് വിഷമായ CITU എന്ന് പറയുന്ന സംഘടന. ഇനിയിപ്പോ നോക്കൂ, സ്വന്തം മാതൃസംഘടനയ്ക്കോ സഹസംഘടനകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തലമുറ, യുവജനത എന്തെങ്കിലും പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ പൊതിച്ചോറിൽ ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും റോട്ടിൽ നിന്ന് തല്ലാനും കത്തിക്കാനും വിധ്വംസക പ്രവർത്തനം നടത്താനും ഒരു മടിയുമില്ലാത്ത ആ വിഷവിത്തുക്കളുടെ പേരാണ് DYFI എന്നുള്ളത്. ആദിവാസികൾ, പിന്നെ അരികുവൽക്കരിക്കപ്പെട്ടവർ, ഇവരെയൊക്കെയും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട്, ന്യൂനപക്ഷത്തെയും പിന്നെ വർഗീയമായ ആ ഒരു വിഭാഗത്തെയും ജാതി രാഷ്ട്രീയത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കും അധികാരവും നിലനിർത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമുള്ള ഇവറ്റകൾക്ക് എന്ത് രാഷ്ട്ര വികസനം, എന്ത് രാഷ്ട്രം? എന്നിട്ടിപ്പൊ പറയുന്നതോ പിണറായി വിജയന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പായതെന്ന്. ശരിയാണപ്പാ, ഞങ്ങൾ സമ്മതിച്ചു. കാരണം എന്താണെന്നറിയോ? ഇവറ്റോളല്ലായിരുന്നു ഭരണത്തിലെങ്കില് ഒരടി ഈ പദ്ധതി മുന്നോട്ട് പോവാൻ ഈ വർഗം സമ്മതിക്കില്ലായിരുന്നു. അടിച്ചും കത്തിച്ചും തകർത്തും ഇവര് ഒരു പദ്ധതിയും കേരളത്തിൽ വരാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയതുകൊണ്ടും പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഈ പദ്ധതി നടപ്പായതെന്ന് അങ്ങനെ വേണമെങ്കിൽ അത് നമുക്ക് പറയാം. അല്ലായിരുന്നെങ്കിലോ, നമ്മൾ കണ്ടില്ലേ സെക്രട്ടേറിയറ്റ് വളയല്, എന്ത് സമരമെങ്കിലൊക്കെ അവർ നടത്തും, കത്തിക്കും. അങ്ങനെ ഏത് പദ്ധതിയെയും അവർ തകർക്കും. അപ്പോ ഇച്ഛാശക്തിയല്ല, ഈ പിണറായി വിജയന്റെ ചില നിക്ഷിപ്ത താല്പര്യങ്ങള്, ഈ ചങ്ങാത്ത മുതലാളിത്തവുമായി ചേർന്ന് പോകാനുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഒക്കെയുള്ള, അങ്ങനെയുള്ള ചിലത് കൊണ്ട് നമുക്കും ഒരു പദ്ധതി കിട്ടി എന്ന് പറയാം. ഏതായാലും ഇതിനോട് അനുബന്ധിച്ച് മറ്റ് റെയിൽ, റോഡ് പദ്ധതികളൊക്കെയും വരുന്നുണ്ടത്രേ. അപ്പോ മറ്റേതെങ്കിലും സർക്കാരാണ് അധികാരത്തിൽ എങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് അടിമകളോട് ഒന്നേ പറയാനുള്ളൂ: തകർക്കരുത്. കേരളത്തിനും മുന്നോട്ട് പോകണം, കേരളത്തിലെ ജനതയ്ക്കും ജീവിക്കണം. പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം, അവര് പിന്നെ എതിർക്കാതിരുന്നതും തകർക്കാതിരുന്നതൊക്കെ രാഷ്ട്ര വികസനം, രാഷ്ട്രം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. നമുക്കറിയാലോ, രാഷ്ട്രത്തെ വിഘടിപ്പിക്കാൻ വേണ്ട എന്ത് പ്രവർത്തനവും ചെയ്യും. അത് ന്യൂനപക്ഷ പ്രീണനായിക്കോട്ടെ, ജാതി രാഷ്ട്രീയം ആയിക്കോട്ടെ. ഇപ്പൊ ജാതി രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഷ്ട്രത്തെ പിന്നെ നശിപ്പിക്കാൻ വേണ്ട എന്തും ഈ കോൺഗ്രസും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ മേത്ത് മണ്ണ് പറ്റുന്ന സമരപരിപാടിക്കൊന്നും പോവില്ല ഈ നേതാക്കന്മാരും പാർട്ടിക്കാരും എന്നുള്ളത് കൊണ്ട് മാത്രം പദ്ധതി അങ്ങ് നടന്നു. അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സതീശൻ എന്ന് പറയുന്നത് ഈ ഒരു ഇടതുപക്ഷക്കാരൻ തന്നെ ആണല്ലോ, അതുകൊണ്ട് നമുക്കതിലൊന്നും കൂടുതലൊന്നും പറയാനില്ല. അപ്പോ ഇതേ പറയാനുള്ളൂ, സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറയുന്ന ഒരു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സർക്കാർ കേന്ദ്രത്തിലുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി ഇന്ന് നടപ്പായത്. അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് മുതലാളിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട്, എല്ലാ അതിൻ്റെതായ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ഈ കേന്ദ്ര സർക്കാർ പിന്നിൽ നിന്നത് കൊണ്ട്, നിയമപരമായി കൊടുക്കാവുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും കൊടുത്തതുകൊണ്ട് അങ്ങനെയാണ് ഈ വിഴിഞ്ഞം പോർട്ട് നിലവിൽ വന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഏതോ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്തോ മറ്റേ ചിന്തിച്ചു വെച്ച ഈ വിഴിഞ്ഞം പോർട്ട് ഇതുവരെയും വന്നില്ല? എത്ര കോൺഗ്രസ് സർക്കാരുകൾ വന്നുപോയി കേന്ദ്രത്തിലും കേരളത്തിലും, എത്ര LDF സർക്കാരുകൾ ഈ കേരളത്തിൽ വന്നുപോയി. അവര് കേന്ദ്രവുമായി സഹകരിച്ചുണ്ടായിരുന്ന സർക്കാരുകൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നടന്നില്ല? അപ്പോ ഇതൊക്കെയും നിഷ്പക്ഷമായിട്ടുള്ളവര് ചിന്തിക്കേണ്ടതാണ്. ഏത് കാലഘട്ടത്തിലാണ്
ഈ വികസനങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇനി പറയാനുള്ളത് മരുമകൻ മന്ത്രിയോടാണ്. മുഹമ്മദ് റിയാസ് എന്ന മരുമകൻ മന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ആരുടെയെങ്കിലും മോളെ കെട്ടിയത് കൊണ്ടല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വേദിയിൽ ഇരുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായതും ആരെയെങ്കിലും ബന്ധുക്കളെയോ മക്കളെയോ കല്യാണം കഴിച്ചിട്ടല്ല. ജനസമ്മതി കൊണ്ടും അതിൻ്റെതായ ശരിയായ വഴിക്കുമാണ്. അതുകൊണ്ട് ആരും ഇവിടെ കമലയടി നടത്തിയോ വീണയടി നടത്തിയോ കാര്യങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളത് ഈ മരുമോൻ മന്ത്രി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വികസനം വേണം. ഇനിയും വികസനം മുന്നോട്ട് പോകട്ടെ. അത് തന്നെയാണ് ആഗ്രഹവും. അതിൻ്റെ അവകാശവാദങ്ങൾ അങ്ങനെ തന്നെ തുടരട്ടെ. എന്നാലും നമ്മളും നന്നാവണം. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.